ഞാന് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞോളം ഞാൻ റിപ്പീറ്റ് ചെയ്തു. എന്താ ചെയ്യേണ്ടതെങ്കിലും അപ്പൊ നീറ്റിന് MBBS കിട്ടാനുള്ള സ്കോറില്ല. 440 അപ്പൊ എന്ത് ചെയ്യും? ഞാൻ കീം എഴുതിയിരുന്നു. പിന്നെ കീമില് ഒരു കോളേജൊക്കെ കിട്ടി. തിരുവനന്തപുരം. എന്ത് കോഴ്സിന്? കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അതാണോ ഇഷ്ടം? മാത്സ് ആണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പം അല്ല, കമ്പ്യൂട്ടർ സയൻസിൽ മാത്സ് കുറെ വരും. മാത്സാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എല്ലാവരും അത് കൊടുക്കാൻ പറഞ്ഞത്. ഫൈൻ. അപ്പൊ പിന്നെന്താ സംശയം? പാരാമെഡിക്കലിന് പോകണോ അതോ ബിടെക്കിന് പോകണോ? ഞാനിപ്പോ ഒരു കുട്ടിയോട് ഡിസ്കസ് ചെയ്തത് നീറ്റ് പാരാമെഡിക്കൽ വേണോ അല്ല റഷ്യയിൽ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കണമെന്നാണ്. ഞാൻ രണ്ടും വേണ്ടെന്നാണ് പറഞ്ഞത്. ഡാർക്ക് റൂമിൽ വർക്ക് ചെയ്യാനാണോ ഇഷ്ടം, ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട്? മിക്കവാറും അതാണ്. മിക്കവാറും പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ അത്തരം ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ പിന്നെ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് ടെക്നീഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്യലൊക്കെയാണ് പാരാമെഡിക്കൽ. അതും ഒക്കെ അത്തരം പണി തന്നെയല്ലേ. യു ക്യാൻ ആ ജോബ് വിട്ടിട്ട് വേറൊരു ജോബിൽ എത്താൻ പറ്റില്ലല്ലോ. അതേ ജോലി ഫുൾ ടൈം ചെയ്യണ്ടേ ലൈഫിൽ. അസിസ്റ്റന്റിന്റെ പണിയല്ലേ എപ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്തരം പണികളല്ലേ, അല്ലെങ്കിൽ സ്വന്തം നടത്തണ്ടേ ബിസിനസ്. അങ്ങനെ നല്ലോണം നടത്താൻ പറ്റുമെങ്കിൽ ഒരു കച്ചവടം തുടങ്ങിയിട്ട് 10 പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഇപ്പം തന്നെ ആക്കിയിട്ട് പണി തുടങ്ങിക്കൂടെ? തെറ്റാന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ബിടെക് കഴിഞ്ഞതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ ചാൻസ് 0. ബിടെക് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വെച്ചാൽ ചാൻസ് 0. നല്ല സ്കില്ല് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കോളേജിലും പഠിപ്പിക്കുന്ന മാഷന്മാർക്കോ ആ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഹോസ്റ്റലിൽ പോയി താമസിച്ചിട്ട് അവരുടെ കൂടെ നിന്നിട്ട് 4 കൊല്ലം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ ഒരു എബിലിറ്റിയും കിട്ടുന്നവരാവില്ല എന്ന് ഉറപ്പാണ്. കാരണം പഠിക്കാനുള്ള ഫെസിലിറ്റി കുറവായിരിക്കും. ഹോസ്റ്റലിലാണ് താമസിക്കുക, അവർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. ബിടെക് കഴിഞ്ഞിട്ടോ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടോ ജോലി കിട്ടുന്ന കാലം കഴിഞ്ഞു. ഇനി 4 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാവില്ല, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് നോക്കിയിട്ടാണ്. ആ കഴിവ് എന്ന് പറയുന്നത് നല്ലോണം ചിന്തിക്കാൻ കഴിവുണ്ടോ, നല്ലോണം ചോദ്യം ചോദിക്കാൻ കഴിവുണ്ടോ, ഡാറ്റ അനലൈസ് ചെയ്യാൻ കഴിവുണ്ടോ. പണ്ടുണ്ടായിരുന്ന ബിടെക്കിന്റെ പണിയൊക്കെ ഇപ്പൊ കുറവായിരിക്കും. ഇനി അത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കില്ല് ഉണ്ടാക്കി എടുക്കണം ഇനി വരുന്ന ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക്. അതുണ്ടാക്കാൻ കഴിവുണ്ടെങ്കിലേ ഈ കച്ചവടമൊക്കെ നടക്കുള്ളൂ. സ്വന്തം തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ പ്രോബബ്ലി യെസ്. പാരാമെഡിക്കൽ ഇപ്പം ഫിസിയോതെറാപ്പിയാണ് ഇഷ്ടം, അത് ഇഷ്ടപ്പെട്ടിട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. ആ ഫിസിയോതെറാപ്പി തന്നെയാണ് നമ്മുടെ നാട്ടിലെ തടവലും ഉഴിച്ചലും പിഴിച്ചലും എന്നൊക്കെ പറയുന്ന പണി. ആയുർവേദത്തിൻ്റെ അതിനാണ് ഫിസിയോതെറാപ്പിനെക്കാളും ചെറുപ്പുണ്ടാവും. ഫിസിയോതെറാപ്പി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യും, തടവലും പിഴിയലും ഒക്കെ ആയുർവേദം പ്രിസ്ക്രൈബ് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. എന്താ മോളുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്യണേ? ഇപ്പൊ അമ്മയൊക്കെ എന്താ ചെയ്യണേ? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യുന്നില്ലേ ഉമ്മ? രാവിലെ മുതൽ വെറുതെ ഇരിക്കുവോ? അപ്പൊ എന്റെ ഒരു വീഡിയോയും കണ്ടിട്ടില്ല നീ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനല്ല പറയാ, അതുകൊണ്ടാ പറഞ്ഞു. ആരൊക്കെ ഉണ്ട് കൂടെ വീട്ടില്? ഓക്കെ, അവരൊക്കെ എന്താ ചെയ്യണേ? ടീച്ചറാണ്, ടീച്ചർ. എക്കണോമിക്സ്. എന്താ ചെയ്യണെന്ന് ചോദിച്ചത്? എന്താ ചെയ്യണെന്ന് ചോദിച്ചു.
ജോലിക്ക് വേണ്ടിട്ട് നോക്കിയായിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കുമോ രാവിലെ? ജോലി ഇങ്ങനെ വരുമോ പാർസലായിട്ട്? അല്ല, ആ പിന്നെ എന്തോ കോഴ്സും ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്, ആ. സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ചോദിക്കുക, അവരോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടത്. അവർക്കറിയാലോ വെറുതെ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത്. ബിടെക് എടുത്താലും ഇതാണ് പേടി, ജോലി കിട്ടാതാവും. ജോലി കിട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാ മോളെ. പക്ഷെ നമുക്ക് സ്കില്ല് ഉണ്ടാക്കിയെടുത്താൽ പറ്റും. ആ സ്കില്ലെന്ന് പറയുന്നത് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ലപോലെ ഡിസൈൻ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, എഴുതാനുള്ള കഴിവ്, ചോദ്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ്, പ്രോജക്റ്റ് ഡിഫൈൻ ചെയ്യാനുള്ള കഴിവ്, ഡിസൈൻ തിങ്കിങ്, ഈ എബിലിറ്റി ഒക്കെ ഉള്ള എഞ്ചിനീയർമാർക്ക് ചിലപ്പോൾ ജോലി കിട്ടും. ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്ത കുട്ടിയോട് ചോദിച്ചാണ്, ഒരു കൊല്ലം എത്ര ഗ്രാജുവേറ്റ്സ് പുറത്തു വരുന്നുണ്ടെന്നറിയോ? 1 കോടി, 1 crore. ഓക്കെ. ഇന്നലെയാണ് നിലമ്പൂർ ഒരു കോളേജിൻ്റെ കോൺവക്കേഷൻ്റെ ഗസ്റ്റായിട്ട് 200-300 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രോഗ്രാം കാണാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ കുട്ടികൾക്കൊന്നും ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ തീരില്ല, ഇപ്പം തന്നെ ഇല്ല, എന്നിട്ട് വേണ്ട 5 കൊല്ലം കഴിഞ്ഞാൽ. ഇന്ത്യയിൽ യൂത്തിൻ്റെ നമ്പർ കൂടുതലല്ലേ, അവരെല്ലാം പാസ്സായി വരില്ലേ? അപ്പോൾ അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയാലേ കിട്ടുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ നല്ല കഴിവ് വേണം. ഇപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലത്രയും എൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഓ ഇന്നതാണ് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടില്ലല്ലോ എൻ്റെ അടുത്ത്, അല്ലേ? ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. ആ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറേ കാലമായില്ലെന്ന് അതുകൊണ്ടല്ലേ പറയുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വരച്ച കുട്ടീനെ ഉടനെ തന്നെ എസ് എന്ന് പറഞ്ഞത് രണ്ടാളും ഒരേ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മറ്റേ കുട്ടിയോട് എസ് എന്ന് പറയാൻ കാരണം ജിമീറ്റ് ഒറ്റ മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ 1 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ആ 1 മിനിറ്റ് എന്ന് പറയുമ്പം അത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ആ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുക, മനസ്സിലായോ? അതുകൊണ്ട് കുറച്ചും കൂടി സ്മാർട്ടായാലേ പണി നടക്കൂ. വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ അതിനു മുമ്പ് ആലപ്പുഴയിൽ നടത്തിയ കോഴ്സിൻ്റെ മെസ്സേജ് അങ്ങോട്ട് അയച്ചതിന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇതിനെന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന്. അപ്പോൾ സോറി ഡോക്ടർ, ഇപ്പോഴാണ് കണ്ടത്, ഡാറ്റ കഴിഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴാണ് കണ്ടത്, ഡാറ്റ കഴിഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കുക? എന്നിട്ട് ആലപ്പുഴ വരണോ? അത് പറ്റൂല. ജിമീറ്റ് വഴി കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമോ? ഈ നാളെ ജോലി വീട്ടിൽ കൊണ്ടു തരുമോ? ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഉണ്ടാവും. അതിന് മുമ്പ് തിരുവനന്തപുരത്തുള്ളുണ്ടായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ പിന്നെ എന്താണ് ചാലക്കുടിയുള്ളതുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് ചാലക്കുടിയിൽ അറ്റൻഡ് ചെയ്യാൻ. തിരുവനന്തപുരത്ത് വന്ന് ഡൽഹിയിൽ നിന്നും ബോംബെ നിന്നും ഇട്ടിരിക്കുന്ന വീഡിയോ കാണും. ദുബായിൽ നിന്നും അലൈനിൽ നിന്നും ബോംബെ നിന്നും ഹൈദരാബാദിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ജോലി വീട്ടിലേക്ക് വരുമോ എന്ന്. മനക്കെടാൻ തയ്യാറാവണം മോളെ, അപ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. മനക്കെട്ടാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് നല്ലവണ്ണം മനക്കെടാൻ തയ്യാറാണെങ്കിൽ മാത്രം എവിടെയെങ്കിലും ചേർന്ന് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുക, PG കഴിയുക, എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഇഷ്ടംപോലെ എക്സ്ട്രാ പഠിക്കാൻ പറ്റുന്ന കാലത്തും ലോകത്തുമാണ് ജീവിക്കുന്നത്. നല്ലോണം മനക്കെടണം, മനസ്സിലായോ? എനിക്ക് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. രണ്ടും ഒരേപോലെയാണ്. നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പാരാമെഡിക്കൽ ചെയ്താൽ എത്ര കൊല്ലത്തെ കോഴ്സാ?
പാരാമെഡിക്കൽ അത് 5. 5 ഇയേഴ്സ് കഴിയുമ്പോൾ നിനക്ക് സ്വന്തം തുടങ്ങാൻ പറ്റുമോ? ബോർഡ് വെച്ചിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? ബോർഡ് വെച്ചിട്ട് എവിടെയെങ്കിലും കട തുറക്കാൻ പറ്റുമോ? ശരി. വേറെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും. അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവും. അതൊക്കെ അസിസ്റ്റന്റ് ജോബാണ്. രോഗികൾ അവിടെ അടുത്ത് പോകില്ലല്ലോ. രോഗികൾ ഡോക്ടർമാർ പറയുമ്പോൾ അവിടെ പോകും, കൺസൾട്ടേഷൻ. അല്ലെങ്കിൽ വീടുകളിലൊക്കെ വരും. ഇനിയിപ്പോൾ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ അവിടെയും നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരെ കിട്ടുള്ളൂ. ഡിമാൻഡ് സ്കില്ല് വേണം. പിന്നെ വലിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും വേണ്ട അത് ചെയ്യുമ്പോൾ. ഓക്കെ, നല്ല സ്മാർട്ടായിട്ട് കുറേ എക്സ്ട്രാ കോഴ്സ് ചെയ്താലേ കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. പിന്നെ ഏതിനാ ചിലവധികം നോക്കണം, മനസ്സിലായോ? പിന്നെ ഇതിൽ എന്താ വെച്ചാൽ പാരാമെഡിക്കൽ കഴിഞ്ഞാൽ ആ ജോലി അല്ലാണ്ട് അതിന് മുകളിലൊരു ജോലി കിട്ടൂല. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷനും ഹയർ ലെവലിലൊക്കെ പോകാൻ പറ്റും. നല്ല കഴിവുള്ളവർക്ക് കയറി പോകാം. ഇതാകുമ്പോൾ ജീവിതാന്തം ഒരേ പണിയായിരിക്കും. മറ്റേതാകുമ്പോൾ വ്യത്യസ്തമായ പണികളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെയും ജോലിക്ക് തപ്പണം. ബാങ്കിൽ കിട്ടുമോ? സ്വന്തം തുടങ്ങാൻ പറ്റില്ല കച്ചവടം. സ്വന്തം കമ്പനി തുടങ്ങാനുള്ള കഴിവുണ്ടാവും. എന്നാൽ ശരി. അതുകൊണ്ട് രണ്ടും ഒരേപോലെയാണ്. നല്ലോണം ചിന്തിക്കാം, കുറച്ച് സ്മാർട്ടാവണം. അപ്പോഴേ രണ്ടായിട്ടും കാര്യമുള്ളൂ. പിന്നെ കുറേ ദൂരെയൊക്കെ പോയിട്ട് പഠിക്കണ്ടേ? വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതല്ലല്ലോ. അതെ, അപ്പോൾ അതിന് അത്രയും ചിലവാക്കുമ്പോൾ ആലോചിക്കണം. അവിടെ ഹോസ്റ്റലിലാണ് അത് ആലോചിക്കണം. പാരാമെഡിക്കലായ എവിടെ പഠിക്കുക? ആണെങ്കിൽ ഇവിടെയും കിട്ടും. പിന്നെ ഞാനൊരു എക്സാം എഴുതിയോണ്ട് പുറത്ത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതും കിട്ടും. അതെവിടെയാ? ചെന്നൈ, മുംബൈ അങ്ങനെയൊക്കെ. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കറക്റ്റായിട്ട് നോക്കണം ഏത് യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത് ഡിഗ്രി. പറ്റിക്ക പ്രസ്ഥാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഡിഗ്രി എന്ന് പറയുന്നത് മിക്കവാറും ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ കയ്യിലാണ്. ഒരു ഡിഗ്രി കയ്യിലില്ലെങ്കിൽ നാളെ ഒരു ജോലിക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നല്ല വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൈവറ്റ് അല്ലാത്തടത്ത് പോകുന്നത് നല്ലത്. കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ നോക്കുക ഏതാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, കൃത്യമായിട്ട് ആലോചിച്ചിട്ട് പോകും. ഇപ്പം പോണ്ടേ വേഗം. കീം എഴുതിയതിലാണോ കിട്ടുന്നത് ഇപ്പം അഡ്മിഷൻ? അപ്പം മോശമില്ലാത്ത റാങ്കുള്ളത് കൊണ്ടല്ലേ അവിടെ കിട്ടുന്നത്. അലോട്ടഡ് സീറ്റ് അല്ലേ പ്രൈവറ്റ്? വേറെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല? നിങ്ങളുടെ വീട്ടിന് അടുത്തുള്ള കോളേജ് ഏതാ? കൊടുത്തിട്ടില്ല. അതിൽ ചിലപ്പോൾ അലോട്ട്മെന്റിൽ കിട്ടിയല്ലേ? ഇല്ല. ഓക്കെ, നല്ലതില്ല. ഉണ്ട്, നല്ലതില്ല എന്നർത്ഥം. ഓൾറെഡി ഹോസ്റ്റലിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട്, നല്ല കോളേജ് എന്നിട്ട് കോളേജൊന്നുമില്ല, നല്ല കോഴ്സ് എന്നിട്ട് കോഴ്സും ഇല്ല. നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ വാല്യൂ. കോളേജ് നല്ലതായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. വീട്ടിൽ നിന്ന് അടുത്ത് പോയിട്ട് വരുമ്പോൾ കുറേ പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. പക്ഷെ നല്ല കിട്ടുകയാണെങ്കിൽ ശരി, നല്ല കോളേജിൽ കിട്ടുകയാണെങ്കിൽ നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ട്, നല്ലവരും പഠിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ, നല്ല കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായി പോകും. പക്ഷേ മിക്കവാറും കുട്ടികൾ കാണാറുള്ളത് അവിടെ എത്തുമ്പം വേറെ മോശം കമ്പനിയിൽ പെടും. ഒന്ന് മോശമാണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കണം, അത്രേ പറയുള്ളൂ. ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എടുക്കുക എന്താ ചെയ്യണമെന്നൊക്കെ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് എടുത്താല് ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യണം, പഠിക്കുകയും വേണം. ഓൺലൈനായിട്ടും കോഴ്സും ചെയ്താൽ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവും. കാരണം പെട്ടെന്ന് മാറുന്ന സബ്ജക്റ്റും ഫീൽഡുമാണ്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ ആലപ്പുഴ നടത്തിയ എല്ലാ വീഡിയോയും ഞാൻ ഇട്ട് കഴിഞ്ഞു. ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ ചേരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കോഴ്സാണ്. ബിടെക്കിന് ചേരാൻ പോകുന്ന കുട്ടികളാണ് അതിനകത്തുണ്ടായിരുന്നത്. IIT ചേരാൻ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അടുത്ത കോളേജിൽ ചേരാൻ പോകുന്നത്, നീറ്റ് എഴുതിയിട്ട് വെറുതെ കാത്തിരിക്കുന്നത്, കിട്ടാത്ത പോയവർ, കിട്ടാൻ ചാൻസ് ഉള്ളവർ, അവരൊക്കെയാണ് അതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നിനും സമയമില്ല.
നോക്ക് നടക്കട്ടെ, പിന്നെ നടക്കട്ടെ. അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ചോദിക്കാം, ഹെൽപ്പ് വേണമെങ്കിൽ. ഓക്കെ.